ഇന്നിവിടെ തയ്യാറാക്കുന്നത് വാഴപ്പഴം കൊണ്ടുള്ള ഒരു പുഡിംഗാണ് തയ്യാറാക്കുന്നത്. ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏത് തരം പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്ന പഴം മാത്രം ഉപയോഗിച്ചാൽ മതി എന്നൊന്നുമില്ല. ചിലർ പറയാറുണ്ട് റോബസ്റ്റോ പഴം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളെന്ന്. അങ്ങനെയൊന്നുമില്ല, ഏത് പഴം വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് പുഡിംഗ് തയ്യാറാക്കാവുന്നതാണ്. ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞെടുത്ത വാഴപ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3/4 കിലോ വാഴപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1/2 കിലോ വെച്ചും തയ്യാറാക്കാം, 1/4 കിലോ വെച്ചും തയ്യാറാക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം നമുക്കിനിയും വേണ്ടത് മുട്ടയാണ് വേണ്ടത്. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്ന മുട്ട എന്ന് പറയുന്നത് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. കഴിയുന്നിടത്തോളം താറാമുട്ട ഉപയോഗിക്കാതിരിക്കുക, കോഴിമുട്ട വെച്ച് മാത്രം പുഡിംഗ് തയ്യാറാക്കാൻ ശ്രമിക്കുക. 5 കോഴിമുട്ടയും പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതും മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. കണ്ടില്ലേ, 5 മുട്ടയുടെ വെള്ളക്കരുവും അതുപോലെ തന്നെ ചുവന്ന കരുവും എടുത്തിട്ടുണ്ട്. ഇതും മിക്സിയുടെ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഇതിന് ആവശ്യമുള്ള പഞ്ചസാരയാണ്. ഇവിടെ ഞാൻ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇനി നിങ്ങൾക്ക് അല്പം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അല്പം മധുരം കൂടുന്നതിന് വേണ്ടി പഞ്ചസാര കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ലിറ്റർ പാല് അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ച് ആറ്റിച്ചതാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇത് മിക്സിയിൽ കൊണ്ടുപോയി നല്ലതുപോലെ ഒന്ന് അടിച്ച് ഇതേ രീതിയിൽ ക്രീമാക്കി ഒന്ന് കൊണ്ടുവരാം. ഇങ്ങനെ ക്രീമാക്കി കൊണ്ടുവരുന്ന ഈ പഴത്തിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഇനിയും തയ്യാറാക്കുന്നത് കാരമലാണ് തയ്യാറാക്കുന്നത്. ഈ കാരമൽ തയ്യാറാക്കുന്നതിന് വേണ്ടി സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഏകദേശം ഒരു 100 ഗ്രാം പഞ്ചസാരയ്ക്ക് അടുത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്തൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് ഉരുകി ബട്ടറും ഒന്ന് ഉരുകി രണ്ടും കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ആയി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഒരു 8 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഉരുകി നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരും. അങ്ങനെ ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് സ്റ്റൗവിൽ നിന്നും ഇറക്കേണ്ടത്. ഇപ്പൊ കണ്ടില്ലേ, നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനിയും ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി നമ്മൾ ഇനിയും ഏതൊരു പാത്രത്തിലാണോ ഇത് തയ്യാറാക്കുന്നത്, അതായത് പുഡിംഗ് തയ്യാറാക്കുന്നത്, ആ പാത്രത്തിനകത്തേക്ക് ഈ കാരമൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഈ കാരമലെല്ലാം നല്ലതുപോലെ ഒന്ന് കട്ടിയായി വരുന്നതാണ്. ഇങ്ങനെ കട്ടിയായി വന്നു കഴിയുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ഈ ക്രീം ഒന്ന് ആവിയിലോടൊന്ന് സെറ്റാക്കി എടുക്കുന്നതിന് വേണ്ടി ഇഡ്ഡലിക്കുട്ടകത്തിന്റെ മുകളിലേക്കാണ് നമുക്കിതൊന്ന് വെച്ചു കൊടുക്കേണ്ടത്. ഇഡ്ഡലിക്കുട്ടകത്തിന്റെ മുകളിലേക്ക് ഇത് വെച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് മൂടി വെച്ചൊന്ന് അടച്ച് ഏകദേശം ഒരു 1/2 മണിക്കൂർ സമയം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഏകദേശം ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു പുഡിംഗ് വളരെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനിപ്പം ഇതിൽ നിന്നും, അതായത് സ്റ്റൗവിൽ നിന്നും ഇറക്കി ഫ്രിഡ്ജിനകത്ത് ഒരു 2 മണിക്കൂർ വെക്കുക. ഇപ്പം 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് കുടഞ്ഞിടുക. എന്നിട്ട് ഏതൊരു ആകൃതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല, എങ്കിലും വീണ്ടും പറയുകയാണ്, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സഹായിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ അമർത്തിയതിന് ശേഷം ഓൾ എന്ന ബട്ടണിൽ അമർത്തിയാൽ തുടർന്നുള്ള നിങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ